ഹലോ ഗൈസ്, നമുക്കിന്നൊന്ന് ട്രാക്ക് മാറ്റി പിടിക്കാം. എൻ്റെ കയ്യിലുള്ള ബുക്കിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ എപ്പോഴും വായിക്കുന്ന കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല. വായിക്കാൻ തോന്നുമ്പോൾ ഞാൻ വായിക്കാറുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് ഫുൾ ബുക്കൊന്നും ഞാൻ വായിച്ച് തീർത്തിട്ടില്ല. ഇത്രയും ബുക്കൊന്നും ഞാൻ വായിച്ച് തീർത്തിട്ടില്ല. എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. അതിലെൻ്റെ ഫേവറേറ്റ് ഏതാണെന്നൊക്കെ പറഞ്ഞുതരാം. ഓരോ പാർട്ടായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, മീര സാധു. റീൽസിൻ്റെ സ്വാധീനം മൂലം മേടിച്ചൊരു ബുക്കാണ്. പക്ഷേ ആ തീരുമാനം ഒരിക്കലും തെറ്റായിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു ബുക്കാണ്. വായനയുടെ ലോകത്തോട്ട് ആദ്യമായിട്ട് വരുന്നവരൊക്കെ എന്തായാലും മേടിച്ച് വായിക്കേണ്ട ഒരു ബുക്കാണ് ഇത്, മീര സാധു. ഭയങ്കര സൂപ്പറാണ്. ഞാൻ ഒരു ദിവസമൊന്നും വേണ്ട, ഫ്യൂ അവേഴ്സും കൊണ്ട് ഞാൻ ഈ ബുക്ക് ഫുൾ വായിച്ച് തീർത്തു. അത്രയ്ക്ക് സൂപ്പറാണ്. രണ്ടാമത്തേത് ഒരിക്കൽ. ഇതും റീൽസിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു ബുക്കാണ്. ഈ ബുക്ക് തന്നെ ഞാനത്തെ തീരുമാനം ഒരിക്കലും തെറ്റിയിട്ടില്ല. ഞാൻ ചൂസ് ചെയ്ത ബുക്ക് ഭയങ്കര കറക്റ്റായിരുന്നു. അത്രയ്ക്ക് സൂപ്പർ ബുക്കാണ്, എല്ലാവരും വായിച്ചിരിക്കണം. രണ്ടാമത്തേത് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന നമ്മുടെ ബഷീറിൻ്റെ പ്രേമലേഖനമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? എല്ലാവർക്കും അറിയാം. അടുത്തത് KR മീരയുടെ ഖബറാണ്. ഈ KR മീരയുടെ തന്നെയാണ് ഈ മീര സാധു, കേട്ടോ. ഇതും ഒരു അടിപൊളി ബുക്കാണ്, വായിച്ചിരിക്കണം. ഞാൻ KR മീരയുടെ ഒരു ഫാനാണെന്ന് തന്നെ വേണേൽ പറയാം, കേട്ടോ. പിന്നെ നമ്മുടെ ബഷീറിൻ്റെ മതിലുകൾ, ഇതിനെപ്പറ്റിയും എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഈ ബുക്ക്. പിന്നെ അടുത്തത് മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി. ഇത് ഞാൻ വായിച്ചിട്ടില്ല. എന്തായാലും വായിച്ചിട്ട് ഞാൻ ഒരു നല്ല റിവ്യൂ പറയുന്നതായിരിക്കും. ബൈ.